ഒരു ഹോസ്പിറ്റൽ കിട്ടിയാൽ നിങ്ങൾ ദരിദ്രരായി. അങ്ങനെ ദാരിദ്ര്യം കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഹോൾ ബോഡി ചെക്കപ്പ് അല്ല എക്സിക്യൂട്ടീവ് ചെക്കപ്പ്. സ്വകാര്യ ആശുപത്രികളാണ് കൂടുതൽ അഡ്വാൻസ് കെയറിൽ നടക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് മുതലാക്കാൻ വേണ്ടി ഇവന്റെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നത് ഇതാ, നമ്മളൊരു ഹെൽത്തി ആള് ഒരു ഹെൽത്ത് എക്സ്പെർട്ട് ചെക്കപ്പിന് പോകുന്നു, പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു കരളിലൊരു സിസ്റ്റ്, അതിന് ചെറിയ തടിപ്പ്, അല്ലെ കിഡ്നിയിലൊരു സിസ്റ്റ്. അപ്പോൾ ആ സിസ്റ്റം എന്താ പറയാൻ വേണ്ടി നമ്മൾ CT സ്കാൻ ചെയ്യുന്നു, MRI ചെയ്യും. CT സ്കാനിക്ക് എത്രയാണ്? 8,000 രൂപയാണ്. MRIക്ക് എത്രയാണ്? 12,000 രൂപയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും മരുന്ന് ഒരു കുഴപ്പമൊന്നുമില്ല, അത് സാധാരണ സിസ്റ്റമാണ്. ഹെമാൻജിയോമ എന്ന് പറയുന്ന ഒരു ലിവർത്തടിപ്പുണ്ട്, വളരെ നമ്മൾ ലിവർക്ക് ഒരു മറുകാന്ന് കരുതിയാണ്. അതിന് വരെ പല തവണയായിട്ട് സ്കാൻ ചെയ്ത് പൈസ കളഞ്ഞ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നുണ്ട്. സെക്കൻഡ് തേർഡ് ഒപ്പീനിയൻ ആയിട്ട് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട്. അത് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പിന്റെ വേറെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, പലരും ക്യാൻസർ മാർക്കേഴ്സ് ഏതോ ഒരു കുഴപ്പമില്ലാത്താണ് പിടിച്ച് പറഞ്ഞ് എല്ലാ ടെസ്റ്റും ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യും. അതിനകത്തൊരു CA-19-9 എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് കിട്ടുന്നാളികളും ആഗ്രഹിക്കുന്നുണ്ട്. പാൻക്രിയാസിന്റെ ക്യാൻസറിൽ കൂടുന്ന ഒരു മാർക്കറാണ്. പക്ഷെ അത് വേറൊരു സ്ഥലത്ത് കൂടാം. ഏതാണെന്ന് പറയാം? ഡയബറ്റീസ്. അതായത് കൺട്രോൾ അല്ലാത്ത ഷുഗർ പേഷ്യൻസിൽ ഈ CA-19-9 കൂടാം. അത് എപ്പോഴും ക്യാൻസർ ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് രീതി ഉണ്ടാക്കി പേഷ്യൻസിനെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ്.